നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 16ാമത്തെ കഥ. അടിയുറച്ച ഈശ്വരഭക്തിയുണ്ടായിരുന്നു ചക്രവർത്തിയുടെ മാതാവിന്. ആദ്യകാലത്ത് തന്നെ അവർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. ആ ഭക്ത വൃദ്ധയായപ്പോൾ സഞ്ചാരം മതിയാക്കി. എങ്കിലും പുണ്യകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അവയിലൊന്നായിരുന്നു ദാനം. മാതാവിൻ്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചിരുന്നു ചക്രവർത്തി. മകനെ, പഴങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതിന് അതിൻ്റേതായ പുണ്യമുണ്ട്. ഏറ്റവും നല്ല പഴങ്ങൾ നീ എനിക്ക് വരുത്തിത്തരണം. ഒരിക്കൽ രാജമാതാവ് ആഗ്രഹം അറിയിച്ചു. രത്നഗിരി എന്നൊരു സ്ഥലമുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ട മാമ്പഴങ്ങൾ രത്നഗിരിയിൽ കിട്ടും. അത്ര നല്ല മാമ്പഴങ്ങൾ മറ്റൊരു ദിക്കിലും കിട്ടുകയില്ല. ചക്രവർത്തി രത്നഗിരിയിൽ നിന്ന് വളരെ മാമ്പഴങ്ങൾ വരുത്തി. പക്ഷേ ഇച്ഛിച്ച ദാനകർമ്മം ചെയ്യാൻ രാജമാതാവിന് അവസരം ലഭിച്ചില്ല. കാരണം ആ വൃദ്ധ അതിനു മുമ്പ് ദിവംഗതയായി. ചക്രവർത്തിക്കുമുണ്ടായി അതിയായ ഇച്ഛാഭംഗം. അദ്ദേഹം ബ്രാഹ്മണരായ ഉപദേഷ്ടാക്കളുടെ സഹായം ആരാഞ്ഞു. അമ്മയുടെ ആത്മാവിന് ദാനത്തിൻ്റെ പുണ്യം ലഭിക്കണം. നിങ്ങൾക്കതിനുള്ള വല്ല മാർഗവും കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അദ്ദേഹം അവരോട് ചോദിച്ചു. ദുർമോഹികളായിരുന്നു ആ ഉപദേഷ്ടാക്കൾ. തങ്ങൾക്ക് ലാഭം നേടാൻ നല്ലൊരു സന്ദർഭം കൈവന്നിരിക്കുന്നു. ആ സന്ദർഭം ശരിക്കും ഉപയോഗിക്കുക തന്നെ. അതായിരുന്നു അവരുടെ നിശ്ചയം. തിരുമനസേ, മാമ്പഴങ്ങളാണല്ലോ രാജമാതാവ് ദാനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. സ്വർണത്തിൽ നിർമ്മിച്ച മാമ്പഴങ്ങളായാൽ ഏറ്റവും ഉത്തമമാണ്. അവ ഞങ്ങൾക്ക് ദാനം നൽകണം. എന്നാൽ പരേതയുടെ ആത്മാവിന് തീർച്ചയായും പുണ്യം കിട്ടും. ആ സ്വാർത്ഥമതികളുടെ നേതാവ് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു. അതിൽ അനൗചിത്യം ചക്രവർത്തി കണ്ടില്ല. സ്വർണമാമ്പഴങ്ങൾ അവർക്ക് ദാനം ചെയ്യുക തന്നെ അദ്ദേഹം അതിനുള്ള ദിവസവും നിശ്ചയിച്ചു. ആ വർത്തമാനം രാമൻ അറിയാതിരിക്കുമോ? എന്തൊരു ദുരാഗ്രഹികളാണ് ഈ ഉപദേഷ്ടാക്കൾ! അവർക്ക് തക്കതായ ഒരു തിരിച്ചടി നൽകണം. അതിനായി രാമൻ്റെ ഉദ്യമം. അയാൾ ഉപദേഷ്ടാക്കളെ ചെന്ന് കണ്ടു. മഹാബ്രാഹ്മണരെ, എൻ്റെ അമ്മയുടെ ശ്രാദ്ധ ദിവസം അടുത്തിരിക്കുന്നു. രാജമാതാവിൻ്റെ ശ്രാദ്ധ ദിവസം തന്നെയാണ് അത്. ചക്രവർത്തി സ്വർണമാമ്പഴങ്ങൾ ദാനം ചെയ്യുമെന്ന് കേട്ടു. എനിക്ക് കഴിയുന്നത്ര വിലപിടിച്ച വസ്തുക്കൾ ഞാൻ തരാം. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും. നിശ്ചിത ദിവസം വന്നെത്തി. ഉപദേഷ്ടാക്കൾ ചക്രവർത്തിയുടെ സ്വന്തം കൈകളിൽ നിന്ന് ദാനങ്ങൾ വാങ്ങി. തനി സ്വർണത്തിലുള്ള വലുതായ മാമ്പഴങ്ങൾ. അവ വാങ്ങിയിട്ട് രാമൻ്റെ ഗൃഹത്തിലെത്തി. രാമൻ അതിഥികളെ ഉപചാരത്തോടെ സ്വീകരിച്ചിരുത്തി. കുറേ ഭൃത്യന്മാർ അവിടെയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ചുട്ടുപഴുത്ത ഇരുമ്പ് വടികൾ പിടിച്ചിരിക്കുന്നു. എന്തിനാണത്? ബ്രാഹ്മണർക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് വല്ല കർമ്മവും കാണുമായിരിക്കും. ആതിഥേയർ അതിഥികളോട് സംസാരിച്ചു. മഹാബ്രാഹ്മണരെ, എൻ്റെ അമ്മയ്ക്ക് കടുത്ത വാതരോഗമുണ്ടായിരുന്നു. രോഗം കാരണം കഠിനമായ വേദനയും. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാറുണ്ടായിരുന്നു. തീയിലിട്ട് പഴുപ്പിച്ച് ഇരുമ്പ് വെച്ചാൽ വേദന മാറുമത്രേ. ഞാൻ അപ്രകാരം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനു മുമ്പേ അമ്മ മരിച്ചുപോയി. നിങ്ങളിലൂടെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കണം. അതിനാണ് എൻ്റെ ഒരുക്കം. തുടർന്ന് രാമൻ ഭൃത്യരോട് ആംഗ്യം കാണിച്ചു. ഭൃത്യന്മാർ ചുട്ടുപഴുത്ത ഇരുമ്പ് വടികളുമായി അതിഥികളെ സ്വീകരിച്ചു. അവർ അന്തം വിട്ടു പുറംതിരിഞ്ഞോടി. പക്ഷേ എത്രയെന്ന് വെച്ച് ഓടും? വാതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് രാമൻ്റെ ഉദ്ദേശം മനസ്സിലായി. വല്ലവിധവും രാമനെ പ്രീണിപ്പിച്ചേ കഴിയൂ. ചക്രവർത്തിയിൽ നിന്നും ദാനം കിട്ടിയില്ലേ സ്വർണമാമ്പഴങ്ങൾ? അവ ബ്രാഹ്മണരിൽ നിന്ന് രാമനിലേക്ക് കൈമാറി. വിവരം ചക്രവർത്തിക്ക് അറിവായി. തിരുമേനി, അവിടുത്തെ ഖജനാവ് ഈ സ്വാർത്ഥന്മാർക്ക് വേണ്ടിയുള്ളതല്ല, പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. രാമൻ ഓർമ്മിപ്പിച്ചു. തെറ്റെന്ന് ചക്രവർത്തിക്ക് വിചാരിക്കാനാവുമോ? നന്ദി.